കുറച്ച് ലൂബിക്ക പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ലൂബിക്ക പറിച്ചെടുക്കുന്നത് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ഉണ്ട്, ചെറിയ മരമാണെങ്കിലും കുറേ ഉണ്ട് ഇതിൽ. അപ്പോൾ പഴുത്തതൊക്കെ കൂടി നമുക്ക് പറിച്ചെടുക്കാം. കണ്ടില്ലേ, നിറയെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂബിക്കൊക്കെ ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോന് മുകളിലുണ്ട് ഇത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവൊന്നും എനിക്കറിയില്ല. ഉള്ളത് പഴുത്തതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലൂബിക്ക. അപ്പം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കുക. അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ലൂബിക്ക. ഇനി നല്ല പോലെ കൈ വെച്ച് ഉടച്ചെടുക്കാം. നല്ല പോലെ ഉടച്ചെടുക്കണം. അതിൻ്റെ ജ്യൂസ് മൊത്തം നമ്മൾക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ല പോലെ ഉടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ നമ്മൾക്ക് പിഴിഞ്ഞ് മാറ്റണം. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾക്കെല്ലാം പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾക്കിത് കുറേശ്ശെ അരിച്ച് എടുക്കാം. ഇതിൻ്റെ ജ്യൂസ് മൊത്തം നമ്മൾക്ക് കുറേശ്ശെ ഒഴിച്ചിട്ടിത് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പം ഞാനെല്ലാം കുറേശ്ശെ ലൂബിക്ക ജ്യൂസ് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതാ ഇതിൻ്റെ ചണ്ടി ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ലൂബിക്ക ജ്യൂസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ജാം ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 700 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. ഇതാ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇതാ ഈ പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയായാൽ മതിയെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ കട്ടിയിലാണ് ആക്കുന്നത്. നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു 2 മിനിറ്റ് കൂടെ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ ലൂബിക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ജാം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇവിടെ മകനൊക്കെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇതാണ് അവൻ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാനിതൊരു കുപ്പിയിലേക്കാണ് ആക്കി വെക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ജാം ഉപയോഗിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് കേടായി പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൂബിക്ക വീട്ടിലുള്ളവർ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. നല്ലൊരു ജാമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.